ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെയുള്ള പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എണ്ണയിൽ മുക്കി പൊരിക്കുന്ന റെസിപ്പികൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേറെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കാം. ഇന്നും 4 തരം പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 തരം മധുരമുള്ളതും 2 എരിവുള്ളതും തന്നെയാണ് ഇന്നും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കാം. എണ്ണയിൽ മുക്കി പൊരിക്കാത്തതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ഒക്കെ നല്ലതല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഈ റംസാനിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. 4 പോളകളും നല്ല വെറൈറ്റി പോളകൾ തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ മധുരത്തിലുള്ള പോളയാണ് ചെയ്യുന്നത്. പഴ അടുക്ക് പോള. ഇത് 2 ലെയറിൽ ഈത്തപ്പഴം തേങ്ങയുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ പോള കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ക്രഷ് ചെയ്ത് തന്നെ എടുക്കണം എന്നില്ല, വേണമെങ്കിൽ ഒന്നിങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഈ തേങ്ങയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കും. ഓരോരുത്തർക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അണ്ടിപ്പരിപ്പിന്റെ കൂടെ നിങ്ങൾക്ക് റൈസിൻസ് വേണമെങ്കിൽ, ഉണക്കമുന്തിരിയില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗീ ഒഴിച്ചു കൊടുക്കുന്നില്ല, ആ ടൈമിന് റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കും. ഇനി ഇതിലോട്ട് ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇനി അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുൻപ് ഞാൻ കുറച്ച് പോളകളുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാനി പോള, പപ്സ് പോള, മക്രോണി പോള, അങ്ങനെ കുറച്ച് പോളകൾ, വെറൈറ്റി പോളകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ അടുപ്പ് തന്നെ ഇങ്ങനെ വെച്ചിരിക്കരുത്, കാരണം ആ ചൂട് കൊണ്ട് വീണ്ടും ഇത് മുരിഞ്ഞ പോലെ ആയിപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ കിട്ടണം. ഈ തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് 2 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഏലക്ക ചെറുതായിട്ട് പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കൊക്കെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 3ഉം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി പാൽപ്പൊടി ഈ മുട്ടയിൽ ഒന്ന് മിക്സായി വരണം, നന്നായിട്ട് കട്ടയില്ലാതെ മിക്സായിട്ട് വരണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിക്ക് പകരം മൈദ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം പാൽപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അതിൽ 2ൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാവരുത്, ഒരു മീഡിയം പഴുപ്പിലുള്ളത് പഴം എടുക്കാൻ നോക്കാം. നല്ല പഴുത്തു പോവരുത്, അപ്പം വല്ലാണ്ടങ്ങ് കുഴഞ്ഞ പോലെ ആയിപ്പോൾ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്നിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 പീസെങ്കിലും ആക്കി എടുക്കാൻ നോക്കാം. ഇപ്പം ഇതാ ഈ ഒരു കനത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പഴത്തുനിന്ന് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഇതാ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴത്തു നിന്ന് കുറച്ച് തടിയുള്ള ഭാഗം എടുത്തിട്ട് മാറ്റി വെക്കാം. അത് നമുക്ക് അടിവശത്ത് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് തന്നെ. അപ്പോൾ അടിയിൽ കുറച്ച് തടിയുള്ള തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോള കിട്ടും. അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. കുറച്ച് തടിയുള്ളത് വേറെ തന്നെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴം അടുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഗീ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിന്റെ സൈഡ് വശമൊക്കെ ആവുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കാൻ നോക്കാം. അതുപോലെ ഇതിന് ഗീ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓയിലിനേക്കാളും ടേസ്റ്റ് ഗീ എടുക്കുമ്പോഴാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴത്തിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്കിതൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇപ്പൊ കുറച്ച് വലിപ്പമുള്ള പഴം തന്നെ എടുക്കാൻ നോക്കാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും. ഇനി എവിടെയൊക്കെയാണോ ഗ്യാപ്പ് വരുന്നത് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പൊ ഇത് ഗ്യാപ്പ് ഞാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിന്റെ മുകളിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കണം. അതിന്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടോ നോക്കി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രഷ് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്തെടുക്കാം. പക്ഷെ സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ വളരെ അങ്ങ് അടിച്ചങ്ങ് ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പൊ മുട്ട കൊണ്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും കാഷ്യും ഒക്കെ വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു ലെയറും കൂടി സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതും കൂടെ മാറ്റി വെക്കണേ. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ, കാരണം ഇനി നമുക്ക് ഒരു പഴവും കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ അന്നേരം അതിങ്ങനെ പൊങ്ങിക്കിടക്കാൻ പാടില്ല. ഡേറ്റ്സും മുഴുവനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെച്ച പഴത്തുനിന്ന് ഒരു ലെയറും കൂടെ വെച്ചു കൊടുക്കാം. മാറ്റിവെച്ച മുട്ടയില്ലേ, അതുകൂടെ നമുക്ക് ഒന്നുകൂടെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡ് വശത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. മുട്ട നല്ലൊരു ബൈൻഡിങ് അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അതിലേക്ക് ഇങ്ങ് പിടിച്ചോളൂ. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഡയറക്റ്റ് ഫ്ലെയിം തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതേ കണക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയൊരു പാനോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇന്ന് ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് ഒരു വശം വേവിച്ചതിന് ശേഷം വേണം നമുക്ക് മറുവശം വേവിച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു 10 മിനിറ്റിന് ശേഷം ഇതിന്റെ സൈഡ് വശമൊക്കെ ഒന്ന് വിടുവിച്ച് നോക്കാം. ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്നിങ്ങനെ വിടുവിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് വളരെ താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ. മുകൾ ഭാഗം കൂടെ ഒന്ന് ആയി വരാനുണ്ട്. ഇനി അതിനു വേണ്ടി ഞാൻ വേറൊരു ഫ്രൈങ് പാനിലോട്ട് കുറച്ച് ഗീ തടവി വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ പോലെ തന്നെ. ഇനി നമുക്ക് അത് ഇതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിവശം കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിം വളരെ ലോലാക്കി വെക്കാൻ ശ്രദ്ധിക്കണേ. നേരത്തെ അതേ കണക്ക് തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് വേണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അതിന്റെ മുകൾ വശം നമ്മൾ തിരിച്ചിട്ടില്ല, ആ ഭാഗം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പൊ ഇതാ പഴം എടുക്കുക പോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സെക്കൻഡ് ലെയർ ആയിട്ട് ഈത്തപ്പഴവും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ആ പഴം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. നമ്മൾ ആ പഴമൊന്നും എണ്ണയിലൊന്നും മുക്കി പൊരിച്ചതൊന്നും അല്ലല്ലോ, ഒന്ന് വാട്ടി പോലും എടുത്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇനി അടുത്തത് പപ്സ് പോലെയാണ് ചെയ്യുന്നത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പപ്സിന്റെ അതേ ടേസ്റ്റ് തന്നെ ഇതും ചെയ്തെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. പപ്സ് പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് പപ്സ് പോളയുടെ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് 3 ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വലിയ ഉള്ളി എടുക്കുന്നെങ്കിൽ 2 ഇട്ട് കൊടുത്തോളൂ. ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അധികം അങ്ങ് വഴറ്റി ഉടയണം എന്നില്ല. ഇനി ഇതിലോട്ട് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ ഒക്കെ ആ റോസ് സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുഴഞ്ഞുടഞ്ഞു പോവരുത്, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗീ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പപ്സ് പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഒരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അത് നേരത്തെ പുഴുങ്ങാൻ വെച്ച മുട്ട ഇപ്പം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്കൊരു 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ബ്രെഡ് പീസസിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. ചെറുതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഈ സൈഡിലുള്ള ഈ കളറില്ലേ, അത് നമുക്ക് അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് എടുക്കാം കേട്ടോ. ഇത് നല്ല ഷേപ്പിൽ കിട്ടണമെന്നൊന്നുമില്ല, കാരണം നമുക്കതൊന്ന് ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കിട്ടണമെന്നേ. നമുക്ക് കട്ട് ചെയ്തത് ഓരോന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പീസസ് എല്ലാം മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പൊ ഇതാ മുഴുവനായിട്ട് സൈഡ് വശമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്ത് തുടങ്ങാം. കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്നിങ്ങനെ തൂവി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഓരോ ബ്രെഡ് പീസസ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. അത് ഈ പാനിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കയറ്റി വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ ഒന്ന് കയറ്റി വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് കയറ്റി വെച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന്റെ സൈഡ് വശമൊക്കെ അങ്ങനെ അതുപോലെ തന്നെ കയറ്റി വെച്ച് സെറ്റ് ചെയ്തെടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫസ്റ്റ് ലെയറിൽ എന്തായാലും ഇതൊന്നിങ്ങനെ പൊക്കി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, എന്നാലും നമുക്കത് സീൽഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാം കൂടി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പം നമ്മളിങ്ങനെ മുട്ടയിൽ മുക്കിയ സമയത്ത് തന്നെ ഇത് നമുക്കൊന്നിങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ ഞാൻ മുഴുവനായിട്ട് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഗ്യാപ്പില്ലാതെ വേണം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വഴറ്റി മാറ്റി വെച്ച ഉള്ളിയില്ലേ, ആ ഉള്ളി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട കൂടെ വെച്ച് കൊടുക്കാം. അപ്പൊ മുട്ട വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ ഭാഗം ഈ സൈഡിലേക്ക് ആയിരുന്ന വിധത്തിൽ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ. മുട്ടയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ മുഴുവൻ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയാക്കിയിട്ട്, അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. എങ്കിലും മുട്ട ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്, കാരണം മസാലയിൽ വെറും ഉള്ളി മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉള്ളി കുറച്ച് മുകളിലേക്ക് തൂക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഫില്ലിങ്സ് കൂടെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ഉള്ളി കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് മുട്ട വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാന്ന് പറയായിരുന്നേ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ മുട്ടയിലേക്ക് ഇങ്ങനെ മുക്കിയെടുക്കാം. അപ്പൊ ഈ ബ്രെഡ് പീസ് വെക്കുമ്പോൾ നമ്മളിങ്ങനെ നേരത്തെ വെച്ചതുപോലെ പൊക്കി വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല, ഇതേ കണക്കൻ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് വെക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഗ്യാപ്പ് എവിടെയൊക്കെ ആണോ അത് നോക്കി കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പൊ ഇതാ ഞാൻ ബ്രെഡ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് പതുക്കെ ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം ബ്രെഡ് ഡിപ്പ് ചെയ്ത മുട്ടയുടെ ബാക്കിയില്ലേ, അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ അതങ്ങ് ഫില്ലായി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കി വന്നിട്ടില്ലെങ്കിൽ തന്നെ ഒരു മുട്ട, ചെറിയ മുട്ട നോക്കി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ. എന്നാൽ പിന്നെ എന്താന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതൊക്കെ ഫില്ലായി കിട്ടും. സെറ്റ് ചെയ്തെടുത്ത പോള വീണ്ടും ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അടിവശം തീരെ കരിയാതെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടാ. ഇപ്പോൾ ഇതാ പപ്സ് പോള ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗത്തുള്ള ആ മുട്ടയൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് പെട്ടെന്ന് വിട്ട് കിട്ടും, കാരണം നോൺ സ്റ്റിക്കിൻ്റെതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇപ്പോൾ ഇതിപ്പോൾ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ഫ്രൈങ് പാനിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു ഫ്രൈങ് പാനിലേക്ക് ഞാൻ ഗീ തടവി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മറുവശവും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടോപ്പ് ലെയർ മാത്രമേ നമുക്ക് ആയി കിട്ടണ്ടുള്ളൂ, ബാക്കിയൊക്കെ സൈഡ് വശമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് ലെയറും കൂടി വേവിച്ചു. ഈ പോളയും ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചില്ല കേട്ടോ, വീഡിയോ ലെങ്ത് ഓവർ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനിയും 2 പോള കൂടെ കാണിക്കാനില്ലേ. ഇതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പപ്സ് പോളയില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോള നോക്കാം. അടുത്തത് ഞാനൊരു മധുരത്തിലുള്ള മുട്ടയും പഴവും വെച്ചിട്ടുള്ള ഒരു പിസ്സ പോളയാണ് കേട്ടോ. ഒരു വെറൈറ്റി പോള തന്നെയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് ചെറിയൊരു മധുരവും ഒരു എരിവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോളയാണ് പിസ്സ പോള. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ പോള തന്നെയാണ് കേട്ടോ. ഞാൻ 2 ക്യാപ്സിക്കവും ഒരു ഉള്ളിയും 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ വല്ലാണ്ടങ്ങ് പഴുത്തത് എടുക്കാതെ ഒരു മീഡിയം പഴുപ്പുള്ളത് എടുക്കാൻ നോക്കാം. അതുപോലെ നേന്ത്രപ്പഴം ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ബാക്കിയൊക്കെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നേന്ത്രപ്പഴവും വലിയ നേന്ത്രപ്പഴം നിങ്ങൾ എടുക്കുന്നെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. എൻ്റെ അത് ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2 എടുത്തത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതിൻ്റെ 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കുഴപ്പമൊന്നുമില്ല, 2 സൈഡും വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അതങ്ങ് മാറ്റുന്നത് ഉള്ളൂ. ഇതേപോലെ റൗണ്ടായിട്ട് കുറച്ച് കനത്തോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതുപോലെ നല്ല പഴുപ്പുള്ളത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ, പിന്നെ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. ഇനി എല്ലാം ഞാൻ ഇതേ കണക്കന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴത്തിലോട്ട് ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉപ്പും നേന്ത്രപ്പഴവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഇപ്പോൾ ഇതാ ക്യാപ്സിക്കം ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കത്തിൽ നിന്ന് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിസക്ക് അവസാനം ആവശ്യമായിട്ട് വരും. ഇനി വേറൊരു പാനിലോട്ട് നേന്ത്രപ്പഴം ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മൾ ഡീപ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഒന്ന് വിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മറുവശം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണേ പഴം. അതല്ലെങ്കിൽ പിന്നെ തമ്മിൽ ഒട്ടിയിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് വല്ലാണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതേ കണക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു പാനിലിട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഇപ്പോൾ ഇതാ ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച റെഡ് ക്യാപ്സിക്കം ഇല്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ യെല്ലോ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ യെല്ലോ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്യാപ്സിക്കം ഒരു കളർഫുള്ളാകാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ കളർ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെറും ഗ്രീൻ മാത്രമായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ക്യാപ്സിക്കത്തിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉപ്പ് ഉള്ളിയിലും ആ ക്യാപ്സിക്കത്തിലൊന്ന് പിടിക്കട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അത്രയും മതി, അത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് സോഫ്റ്റായി വരാൻ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കൊരു 4 മുട്ട വേറൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ വല്ലാണ്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആ യെല്ലോ പാർട്ട് ആ വെള്ളയിലൊന്ന് ആയാൽ മതി. ഇതിൽ ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയും ക്യാപ്സിക്കും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇതേ പാനിൽ തന്നെയാണ് പിസ്സ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ അങ്ങ് മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ വേറൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുക്കണേ. എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നിരത്തി വെച്ചതിന് ശേഷം ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച മുട്ടയില്ലേ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒറിഗാനോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് ഇതുപോലൊന്ന് കുത്തി കൊടുക്കണേ. മുട്ട ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ വല്ലാണ്ടങ്ങ് പൊങ്ങിപ്പോകാൻ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് പഴം അതിലേക്ക് അങ്ങ് സ്റ്റിക്കായി നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെളിഞ്ഞ് കിട്ടാൻ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെളിഞ്ഞ് കിട്ടിയാൽ മതിയേ. അതല്ലേ പിന്നെ ഈ പഴം നമ്മളതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കായി നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയുന്ന സമയത്ത് ഇതിപ്പോൾ കറക്റ്റ് പാകാന്ന് നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പഴം വെച്ചതിന് ശേഷം വീണ്ടും ഒറിഗാനോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ചില്ലി ഫ്ലേക്സ് കൂടെ ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ക്യാപ്സിക്കത്തിൽ നിന്ന് യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ പിസയ്ക്ക് സെറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ. ഇനി റെഡും യെല്ലോ അല്ലാതെ നിങ്ങളടുത്ത് ഗ്രീനാണ് ഉള്ളതെങ്കിൽ ഗ്രീൻ വെച്ച് സെറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടെ ഞാൻ ചില്ലി ഫ്ലെക്സ് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കണം, നിർബന്ധമില്ല. ഈ മുട്ടയിലോട്ട് പഴവും ആ ക്യാപ്സിക്കം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആ മുട്ടയിലോട്ട് ക്യാപ്സിക്കവും പഴവും നന്നായിട്ട് സ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ കത്തിയോ വെച്ച് ഒന്നിങ്ങനെ കുത്തി നോക്കിയാൽ ഇതിലൊട്ടും ഇപ്പം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശം കുറച്ചുകൂടെ വലിയണം എന്നാണ് അർത്ഥം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് കൂടെ കാണിച്ചു. അടിവശമൊക്കെ കണ്ടോ, ഒട്ടും കരിഞ്ഞൊന്നും പോവാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായി വന്നില്ലേ. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
ഇതും അധികം എണ്ണ ഒന്നും ഇല്ലാത്ത പോള തന്നെയല്ലേ. അതാണ് പോള കൊണ്ടുള്ള പ്രത്യേകത കേട്ടോ. നമ്മൾ ആവിയിൽ വേവിക്കുന്നത് പോലെ തന്നെ പോളകളും അധികം എണ്ണയിൽ അങ്ങ് മുക്കി പൊരിക്കുന്നില്ലല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക, വഴറ്റിയെടുക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ. ഇതും നല്ലൊരു ടേസ്റ്റാണ്. എളുപ്പം കഴിയുന്ന പോളയും അല്ലേ പിസ്സ പോള. പേര് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ടേസ്റ്റും കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്കും ഇത് ഏറെ ഇഷ്ടപ്പെടുന്നൊരു, നമുക്കൊരു പെട്ടെന്ന് മക്കൾക്കൊന്ന് വെറൈറ്റി ആയിട്ട് നോമ്പിനൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് തോന്നുന്നതാണെങ്കിൽ ഇത് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോള നോക്കാം. അടുത്തത് അതിശയപ്പോള കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി പോലെയൊക്കെ ഇരിക്കുന്നെങ്കിലും ചട്ടിപ്പത്തിരിയുടെ ആ ഒരു ബാറ്റർ അല്ല കേട്ടോ. നമ്മൾ മൈദ ബാറ്ററും അതുപോലെ ചപ്പാത്തിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതല്ലേ. ഇതങ്ങനെയല്ല, ഇത് അതിൽ നിന്നൊരു ഡിഫറെൻറ്റ് ബാറ്ററാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇനി പോളയ്ക്കുള്ളൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 300 ഗ്രാമോളം ബീഫ് ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച്, ഞാനിത് വേവിക്കുന്നതിന് മുന്നേ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതായിരുന്നേ. എന്നിട്ടാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി ഈ വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഈ ബീഫിൽ പിടിക്കത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫിൽ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. മസാല ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് 1 കപ്പോളം പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അടിച്ച് പതപ്പിക്കണമെന്നില്ല. ഇനി ഇതിലോട്ട് ഞാനൊരു 2 കപ്പോളം ബ്രെഡ് ക്രംസ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മുഴുവനായിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ബാക്കി വെക്കുന്നുണ്ട്. 1/4 ഇല്ല, അതിലും കുറച്ചുകൂടെ കുറവ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കുറവ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ചിട്ട് ബാറ്ററി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ചേർത്ത് അടിച്ചെടുക്കുക. അതല്ലെങ്കിൽ ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ കുറച്ചുകൂടെ പാല് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും അതുകൊണ്ട് ബാക്കി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 1.25 കപ്പോളം ബ്രെഡ് ക്രംസാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഇനി ഇതൊന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കണ്ടോ, നമ്മൾ ദോശയുടെ മാവിനൊക്കെ അരച്ചെടുക്കുന്നില്ല, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അധികം അങ്ങ് ലൂസും ആവരുത്, അധികം അങ്ങ് തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി. ഈ ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ മൈദ ദോശയൊക്കെ ചുട്ടെടുക്കുന്നില്ല, അതേപോലെ ഇത് ചുട്ടെടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു തവി അതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏത് പാനിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അധികം അങ്ങ് വലുതാക്കണ്ട. ഇനി വലിയ പാത്രമാണെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. അതുപോലെ അധികം അങ്ങ് കട്ടിയോ ആവരുത്, അധികം അങ്ങ് നേർമയാക്കാതെ ഇത് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു സൈഡായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അതുപോലെ ഇത് വല്ലാണ്ടങ്ങ് വേവിച്ചെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി എല്ലാം ഞാൻ ഇതേ കണക്ക് ചെയ്തെടുക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിനനുസരിച്ചിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തത്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. മുഴുവൻ ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാം. ഇതിൽ വേണം നമുക്ക് ആ ദോശ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള എടുക്കാൻ നോക്കാം. ഇനി 1 ടീസ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ, കൂടുതലാവരുത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പോള സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഗീ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. സൈഡ് വശത്തൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ട ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ദോശയില്ല, അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഈ മുട്ടയുടെ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കണം. ഇതുപോലെ അതിൻ്റെ സൈഡ് വശത്തൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ സൈഡ് വശം ഇങ്ങനെ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റത്തത് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് മുകളിലോട്ടുള്ളത് കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച മസാലക്കൂട്ടില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചട്ടിപ്പത്തിരി ചെയ്യുന്നില്ലേ, അതേ ആ ഒരു ഇതിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് വശമൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഫസ്റ്റത്തത് നന്നായിട്ട് തന്നെ ബൈൻഡായി കിട്ടേണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡ് വശത്തൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കംപ്ലീറ്റ് ഞാൻ പറ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് വശം ആവാതെ ഞാനിപ്പോൾ ഈ വെച്ചില്ല അതേ കണക്ക് വെച്ച് കൊടുക്കണേ. അതിൻ്റെ ആ എൻഡ് ഭാഗം കുറച്ച് വിട്ട് വെച്ചാണ്ടോ അതുപോലെ വെച്ച് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ദോശ എടുത്തിട്ട് ഇത് വീണ്ടും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചട്ടിപ്പത്തിൽ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും മസാല വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിങ്ങനെ ലെയറായിട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മൊസറല്ല ചീസ് മാത്രം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഈ സെയിം മെത്തേഡിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ മൊസറല്ല ചീസ് ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഞാൻ ഇതേപോലെ ആ ദോശ കഴിയുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ പാനിൽ കൊള്ളുന്ന അത്രയും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അതിൻ്റെ സൈഡ് വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ബാക്കി വന്ന മുട്ടയില്ലേ, നമ്മൾ ദോശ ഡിപ്പ് ചെയ്തെടുത്ത മുട്ട, അത് ഇതിൽ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ ആ സൈഡ് വശമൊക്കെ ഒന്ന് സീൽഡായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് കൂടെ അങ്ങ് താഴെ ഇറങ്ങിയിട്ട് സൈഡ് വശമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ സീൽഡായി കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങ് ഉള്ളിലോട്ട് അതിൽ ഒഴിച്ചു കൊടുത്ത മുട്ട അങ്ങ് താഴോട്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് വീണ്ടും കുറേശ്ശെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന മുട്ടയാന്നേ. ഇനി അഥവാ മുട്ടയില്ലെങ്കിൽ ഒരു ചെറിയ മുട്ട നോക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്ത് ക്രഷ്ഡ് ചില്ലി കുറച്ചൊന്നിങ്ങനെ ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ നമ്മൾ മാറ്റി വെച്ച മൊസറല്ല ചീസിന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, നിർബന്ധമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് സൈഡ് വശം ആവാതെ അങ്ങ് താഴോട്ട് ആവാതെ സെൻറ്ററിൽ മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ കത്തിയോ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കാരണം മുട്ട ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊങ്ങിപ്പോകാൻ വഴിയുണ്ട്, അതിന് വേണ്ടിയിട്ട് കുത്തി കൊടുക്കുന്നത് തന്നെ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ ഗ്ലാസിൻ്റെ ടോപ്പാണ് വെക്കുന്നതെങ്കിൽ ആ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അത് അടച്ച് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പിന്നെ മുകൾ ഭാഗം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരമണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായി വന്ന് കണ്ടോ, സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടട്ടെ. ഇതാ കണ്ടോ, നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡ് വശമൊക്കെ നന്നായിട്ട് സീൽഡ് ആയിട്ടുണ്ട്, ഒട്ടും വിട്ടുപോയിട്ടൊന്നുമില്ല, എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ മുകൾ ഭാഗമില്ലേ മറിച്ചിട്ട് കൊടുത്ത ആ ഭാഗം കൂടെ ഒന്ന് സെറ്റായി വന്നോട്ടെ. ഇതാ നന്നായിട്ട് പൊങ്ങി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ചട്ടിപ്പത്തിരിയുടെ ബാറ്ററിൽ നിന്ന് ഇത് നല്ല ഡിഫറൻ്റ് ഇല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കും. ഞാൻ കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം.
ഇത് കണ്ടോ, നല്ല ലെയറായിട്ട് കാണുമ്പോൾ ചട്ടിപ്പത്തിരി പോലെയാണെങ്കിലും അതിൻ്റെ ആ ബാറ്റർ കൊണ്ട് തന്നെ ഈ ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.